നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വീറ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ചായക്കട പലഹാരമാണ്. ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറെ കാലം കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാം. ചില സ്ഥലങ്ങളിൽ മടക്ക്, കാജ എന്നൊക്കെ പറയുന്നതിന്റെ വേറൊരു രൂപമാണിത്. ഞാനതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. മടക്ക് തന്നെ നമുക്ക് പറയാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഈ സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പൊ നമുക്ക് മടക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാര. പഞ്ചസാര താല്പര്യമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാലും മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടീസ്പൂൺ കറുത്ത എള്ളാണ്, 2 ഏലക്ക, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും മാത്രം മതി നമ്മൾ ഈ നല്ല ടേസ്റ്റുള്ള ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഏലക്ക തൊലി കളഞ്ഞിട്ട് പഞ്ചസാരയിലോട്ട് ഇട്ടിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പം ഇതാ പഞ്ചസാര പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് മൈദയിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എള്ളിട്ടിട്ടുണ്ട്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 ടീസ്പൂണൊക്കെ മതി എള്ള്. ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ വേണോ നിർബന്ധമില്ല കേട്ടോ. ബട്ടർ ഇട്ടാൽ കുറച്ച് ടേസ്റ്റാണ്. പക്ഷേ ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണ മാത്രം ഒഴിച്ചാലും മതി. ബട്ടർ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തത്. ഇപ്പം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിങ്ങ് ഉരുണ്ട് വരുന്നുണ്ട്. നമുക്ക് ഉരുട്ടാനായിട്ട് പറ്റും. അപ്പം അത്രയും മതി. ഒരുപാട് എണ്ണമയം വേണ്ട, ഇത്രയും മതി. നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ചതാണ്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം വെള്ളം അധികം ഒഴിച്ച് ആദ്യം കുഴക്കല്ലേ. കാരണം പഞ്ചസാര അങ്ങ് മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ചങ്ങ് ലൂസായിപ്പോൾ. ഇപ്പോൾ ഇതാ കുഴച്ച് ഒരു 4-5 ടേബിൾ സ്പൂണൊക്കെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. കാരണം കുറേശ്ശെ ഒഴിച്ച് കുഴയ്ക്കുമ്പോഴത്തേക്കും പഞ്ചസാര അങ്ങ് മെൽറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് അങ്ങ് കുഴക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചതിന് ശേഷം അപ്പോൾ പഞ്ചസാര പൊടി അങ്ങ് മെൽറ്റ് ആകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടും. ഇപ്പോൾ ശരിക്കും ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരുപാടങ്ങ് ടൈറ്റും അല്ല, ഒരുപാടങ്ങ് ലൂസും അല്ല. ഒരുപാടങ്ങ് ലൂസായാലും നമ്മുടെ ഇത് എണ്ണ കുടിക്കും. ഇപ്പം ഇതാ നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 6 പോർഷൻ ആക്കിയിട്ട് മാറ്റി വെക്കാം. 6 ഈക്വൽ സൈസ് ആക്കി മാറ്റി വെക്കാം. ഇതിപ്പോൾ 6 ഈക്വൽ സൈസ് ആക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കെല്ലാം ഒരേ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഒന്ന് കുറച്ച് മൈദയിൽ മുക്കിയിട്ടുണ്ട്. ഇപ്പം ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. അതുപോലെ എല്ലാം ഇതേ സൈസ് തന്നെ ഒന്ന് പരത്തിയെടുക്കട്ടെ. ഇപ്പം ഞാൻ 6 എണ്ണവും പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാം ഒരേ ഷേപ്പിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരേ ഷേപ്പിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ്, ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ അടപ്പ് എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരേ ഷേപ്പിൽ ആക്കി എടുത്താൽ മതി. ഇതിപ്പം ഏകദേശം ഒരേ ഷേപ്പിൽ, അത്രയ്ക്ക് വലിയ ഷേപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ കട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ കനം ശ്രദ്ധിച്ച ഒത്തിരി അങ്ങ് തിന്നൊന്നുമല്ല, എന്നാലും അത് കട്ടിയല്ല. ഒരെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. ബട്ടറോ നെയ്യോ എന്തായാലും ഒന്നുമില്ല. അതിലേക്ക് നമുക്ക് കുറച്ച് മൈദപ്പൊടി നമ്മൾ പരത്താൻ വേണ്ടി എടുത്ത് മാറ്റി വെച്ചില്ലേ, അതിൽ നിന്ന് കുറച്ച് മൈദ ഇങ്ങനെ എടുത്ത് തൂക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അടുത്ത ലെയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. പൊടിയിടുന്നുണ്ട്. ഏറ്റവും മേലത്തെ ലെയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ഏറ്റവും മേലെ നമുക്ക് തേച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒട്ടിപ്പിടിച്ചു പോവും. പൊടി തൂവി കൊടുക്കാം. ഇനി നമുക്കിത് സൈഡിൽ നിന്ന് പതുക്കെ എടുത്ത് ടൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്തെടുക്കാം.
മൊത്തം റോൾ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എഡ്ജ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇത് ഞാനത് ഈക്വൽ സൈസായിട്ട് കട്ട് ചെയ്യാണ്. ഇപ്പം ഞാനത് 7 എണ്ണമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം. ഇപ്പോൾ ശരിക്കും ലെയർ കാണുന്നുണ്ട്. ഇതുണ്ട് ലെയർ. അതിൻ്റെ ലെയറൊക്കെ ശരിക്കും കാണാമല്ലോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മാത്രം മതി. അപ്പം അതിനുവേണ്ടി ഞാൻ ഇത് ബാക്കി നമ്മൾ സൈഡിലോട്ട് മാറ്റി വെക്കട്ടെ. ഇത് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ അറ്റം ഉണ്ടല്ലോ, അറ്റം പോർഷൻ അടിയിൽ വെക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. മതി, ഇത്രയും മതി. ഒത്തിരി അങ്ങ് പരത്തണ്ട. അതുകൊണ്ട് ഇപ്പം ഇതിൽ ലെയർ കാണുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തതും ഇതുപോലെ എടുത്തിട്ട് അടിഭാഗം, ആ തുറന്നു വരുന്ന ഭാഗം അടിയിലോട്ടാക്കി വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ എല്ലാം ഞാൻ പരത്തിയെടുത്ത് വെക്കട്ടെ. അതിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതായാലും മതി. നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുക്കാം. അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വലിയ ചീനച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ മുഴുവൻ ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുരിഞ്ഞ് കിട്ടുകയില്ല. എന്നുവെച്ചാൽ സോഫ്റ്റ് ആയിപ്പം. ഇപ്പോൾ നമുക്ക് എന്തുണ്ടെങ്കിലും മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് പതുക്കെ സ്ലോ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗണിൽ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയെടുക്കാം. ഒന്ന് പോയിട്ട് അതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു സ്പൂൺ കൊണ്ട് തിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അതുകൊണ്ട് ഞാനിതെടുത്ത് ഇതിപ്പോൾ ഇതും ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ലെയർ കാണുന്നുണ്ട്, നന്നായിട്ട് ലെയർ ഉണ്ട്. ഇതിപ്പോൾ ശരിക്കും നിങ്ങൾ തൊട്ട് നോക്കുന്ന സമയത്ത് അധികം അങ്ങോട്ട് ക്രിസ്പിനെസ് നമുക്ക് തോന്നൂല. കുറച്ചൊന്നും ചടുങ്ങുന്ന പോലെ ഉണ്ടാവും. പക്ഷെ അത് കണ്ട് പേടിക്കണ്ട, തണുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിക്കോളും. ഇത് ഞാൻ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണേ. ഇതുപോലെ ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്ത് വെക്കട്ടെ. ഇതിപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. 14 എണ്ണം ഉണ്ട്. പിന്നെ ബാക്കി വരുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടെ എടുത്ത് അത് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഇതിപ്പോൾ ഒരു കപ്പ് നമ്മളെടുത്ത സമയത്ത് 14 എണ്ണം ഉള്ളത്. ഞാനിപ്പോൾ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കട്ടെ. ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതാണ്, നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതിൻ്റെ ആ ടെക്സ്ചർ ഉണ്ട്, നല്ല ഉറപ്പാണ്. നമ്മൾ ഫ്രൈ ചെയ്ത സമയത്ത് ഇത്ര ഉറപ്പില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ തണുത്ത സമയത്ത് നല്ല ഹാർഡായിട്ടുണ്ട്. ഞാൻ പൊട്ടിച്ച് കാണിക്കാം. ഇതാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര ഹാർഡൊന്നുമില്ല, എന്നാൽ ക്രിസ്പിയാണ്. സോഫ്റ്റ് ക്രിസ്പിയാണ്. നമ്മൾ ബട്ടർ ഇട്ടുകൊണ്ടാണ് സോഫ്റ്റ് ആയത്. നമുക്ക് എണ്ണയാണെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആവില്ല, എന്നാലും സോഫ്റ്റ് കുഴപ്പമൊന്നുമില്ല. ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഡാൽഡ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം, എന്ത് വേണേലും ഉപയോഗിക്കാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ബട്ടറാണ് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ബട്ടർ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നുണ്ട്. ഇത്ര ലെയറുണ്ടോ അതെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി മടക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരത്തിയത് ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്താലും മതി. അതായാലും ടേസ്റ്റാണ്. എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.